ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീരാമനാമസ്തുതി എന്ന കൃതിയെക്കുറിച്ചാണ്. 5 ശ്ലോകങ്ങളുള്ള സ്തോത്രമാണ് ഇത്. ഇതിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ രാമനാമ മഹിമയാണ് വർണ്ണിക്കപ്പെടുന്നത്. രാമ എന്ന ശബ്ദത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വ്യക്തമാക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞാൽ 3ഉം 4ഉം ശ്ലോകങ്ങളിൽ ആ മഹിമാവോടുകൂടിയ രാമനാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ അവതരിച്ച സാക്ഷാത് മഹാവിഷ്ണു, അതായത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ മഹിമയാണ് വർണ്ണിക്കപ്പെടുന്നത്. രാമചന്ദ്രൻ എത്ര ശ്രേഷ്ഠമായ അവതാരമായിരുന്നുവെന്ന് 3ലും 4ലും പറയുന്നു. അത് കഴിഞ്ഞ് 5ാമത്തെ ശ്ലോകത്തിൽ ആ മഹിമാവോടുകൂടിയ രാമചന്ദ്ര മഹാപ്രഭുവിനെ നമ്മൾ ശരണം പ്രാപിക്കുന്നുവെന്ന് പറയുകയാണ്. അതായത് ആ രാമചന്ദ്ര സ്വാമിയുടെ അനുഗ്രഹം, സംരക്ഷണം, സഹായം നമുക്കുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ 5 ശ്ലോകങ്ങളുള്ള അതിസുന്ദരമായ ഒരു സ്തുതിയാണ് ഇത്. രാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ മഹിമയെ പരിപൂർണമായി നമ്മുടെ മനസ്സിൽ വിരിയിച്ചുകൊണ്ട്, രാമനോടുള്ള ഭക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട്, രാമചന്ദ്ര പ്രഭുവിൻ്റെ അടുത്തേക്ക് നമ്മെ എത്തിച്ച് ക്രമേണ പരമഗതിയെ നമുക്ക് പ്രദാനം ചെയ്യുക എന്ന ഉദാത്തമായ ഉത്തമമായ ലക്ഷ്യമാണ് ഈ സ്തുതിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഭക്തരും അവശ്യം അറിഞ്ഞിരിക്കേണ്ട സ്തുതിയാണ് ഇത്. നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീരാമനാമസ്തുതി. രാശബ്ദോച്ചാരണാദേവ മുഖാൻ നിർയാന്തി പാതകാ പുനഃ പ്രവേശനഭിയാ മശബ്ദസ്തു കവാടവത്. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇവിടെ പറയുകയാണ് രാ ശബ്ദോച്ചാരണാത് ഏവ. രാ ശബ്ദ ഉച്ചാരണാത് ഏവ. രാ എന്ന ശബ്ദം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം. ഏവ എന്ന് പറയുമ്പോൾ മറ്റു ഒരു ക്രിയയും അവിടെ ആവശ്യമില്ല. വെറുതെ രാ എന്ന ശബ്ദം ഉച്ചരിച്ചാൽ മതി, അത് മാത്രം മതി. അങ്ങനെ നമ്മൾ ആ ശബ്ദം ഉച്ചരിക്കുകയാണെങ്കിൽ മുഖാത്, നമ്മുടെ മുഖത്തിൽ നിന്നും, നിർയാന്തി, പുറത്തേക്ക് പോകുന്നു, പാതക, പാതകങ്ങൾ, അതായത് പാപങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ദുഃഖങ്ങളെയാണ്, ദുരിതങ്ങളെയാണ്. ഇതിനു മുഴുവൻ കാരണമായിട്ടുള്ളതോ പാപങ്ങളാണ്. നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലങ്ങളാണ് ദുഃഖവും ദുരിതവും. അതുപോലെ ഇനിയും ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങളുടെ വാസനയും ഉള്ളിലുണ്ട്. അത് ഭാവിയിൽ ദുഃഖത്തിനുള്ള കാരണമാകും. അപ്പോൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലങ്ങളും ചെയ്യാൻ സാധ്യതയുള്ള പാപ വാസനകളും നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെ മുഴുവനാണ് ഇവിടെ പാതക എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മെ ഭൂമിയിലേക്ക് പതിപ്പിക്കുന്നവയാണ് ഇവ. നമുക്ക് കൂടുതൽ കൂടുതൽ ദുഃഖങ്ങളെ നൽകി സംസാരത്തിൽ കുടുക്കുന്നവയാണ് ഇവ. അതുകൊണ്ട് ഈ പാപങ്ങളെ മുഴുവൻ, അതായത് പാപഫലങ്ങളും പാപവാസനകളും, ഇത് മുഴുവൻ രാ എന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ, വെറുതെ ഉച്ചരിച്ചാൽ മാത്രം മതി, മറ്റൊന്നും ചെയ്യണ്ട. വെറുതെ രാ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ അകത്ത് നിന്നും അത് പുറത്തേക്ക് പുറം തള്ളപ്പെടുന്നു. രാ എന്ന ശബ്ദം അത് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അതിനെ കളയുന്നു. അത്രയും ശക്തി ആ ശബ്ദത്തിനുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉപരിതലത്തിലൊന്നും പലപ്പോഴും പാപവാസനകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ പുണ്യാത്മാക്കളാണെന്ന് പലരും തെറ്റിദ്ധരിക്കും. എന്നാൽ അകത്തേക്ക് ചെന്ന് നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ പാപഫലങ്ങളും പാപവാസനകളും ഒളിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഒളിഞ്ഞിരിക്കുന്ന ഫലങ്ങളെയും വാസനകളെയും പോലും കണ്ടെത്തി അതിനെ വേരോടുകൂടി പിഴുത് പുറത്തേക്കെറിയാനുള്ള ശക്തി രാ എന്ന ശബ്ദത്തിനുണ്ട്. അപ്പൊ രാ എന്ന് ഉച്ചരിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങൾ മുഴുവനും, മനസ്സിന്റെ ഉപരിതലത്തിൽ പാപങ്ങൾ ഉണ്ടെങ്കിൽ അതും, അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന പാപങ്ങളും പരിപൂർണമായി വേരോടുകൂടി പിഴുതെറിയപ്പെടുന്നു. അത്രയും ശക്തി രാ എന്ന ശബ്ദത്തിനുണ്ട്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന പാപങ്ങളുടെ അവസ്ഥ പിന്നീട് പറയുന്നു പുനഃപ്രവേശന ഭിയ. അത് പുറത്തേക്ക് തള്ളപ്പെടുന്നു എന്ന് മാത്രമല്ല, പുനഃപ്രവേശന ഭിയ, അതായത് അകത്തേക്ക് വീണ്ടും വരിക എന്നതിൽ ഭയത്തോടു കൂടിയതാണെന്ന്. അതായത് അകത്തേക്ക് തിരിച്ചു വരാൻ അത് ഭയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ അകത്ത് നിന്നും രാ ശബ്ദം അതിനെ വലിച്ചു പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ അത് വീണ്ടും അകത്തേക്ക് പ്രവേശിക്കുകയില്ല. കാരണം അതിന് ഭയമുണ്ട്. അകത്തേക്ക് തിരിച്ചു വരാൻ അതിന് ഭയമുണ്ട്. എന്തുകൊണ്ടാണ് അതിന് ഭയമുള്ളത്? മ എന്ന ശബ്ദം, മ ശബ്ദസ്തു കവാടവത്.
ഒരു വാതില് പോലെ മാ എന്ന ശബ്ദം രാ എന്ന ശബ്ദത്തിന് ശേഷം മുഖത്ത് വന്ന് നിൽക്കും. അപ്പോൾ വാതിൽ ഏതുപോലെയാണോ പ്രവേശനത്തെ തടയുന്നത്, അതുപോലെ നമ്മുടെ മുഖത്തിൽ മാ എന്ന ശബ്ദം വരുമ്പോൾ പുറത്തേക്ക് പോയിട്ടുള്ള ഈ പാപങ്ങളെ തടയും. അവ പിന്നെ ഒരിക്കലും ഉള്ളിലേക്ക് വരികയില്ല. അതായത് നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളും പാപവാസനകളും രാ എന്ന ശബ്ദത്തിലൂടെ പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയവ പിന്നീട് തിരിച്ച് അകത്തേക്ക് വരികയില്ല. കാരണം അവയുടെ ആ വരവിനെ തടയാനായിട്ട് മകാരം ഉച്ചരിക്കപ്പെടുന്നു. മാ എന്ന് പറയുന്നു. രാ മാ, രാ മാ, രാ മാ. ഇങ്ങനെയാണ് നമ്മൾ ആ നാമം ജപിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വാസനകളെ, ദുർവാസനകളെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുപോയി പാപങ്ങളെ മുഴുവൻ പുറത്ത് നിക്ഷേപിച്ച് മകാരം എന്ന വാതിലിനെ തീർത്തുകൊണ്ട് അവയുടെ വരവിനെ തടയുന്നു. ഇനി മകാരം എന്ന വാതിൽ അവയെ മാത്രമല്ല തടയുന്നത്, പുതിയ പാപവാസനകൾ അകത്തേക്ക് പ്രവേശിക്കാതെയും തടയുന്നു. ഇപ്പോഴുള്ള പാപവാസനകൾ മുഴുവൻ പുറത്തേക്ക് പോയാൽ പുതിയത് വരാനുള്ള സാധ്യതയുണ്ട്, അതിനെയും മകാരം തടയുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും പാപം പരിപൂർണമായി നീക്കപ്പെടും രാമനാമം ജപിച്ചാൽ. അതാണ് ഇവിടെ പറയുന്നത്. അതായത് രാശബ്ദോച്ചാരണാദേവ മുഖാനിര്യാന്തി പാതക പുനഃ പ്രവേശനഭിയാ മശബ്ദസ്തു കവാടവത്. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. അപ്പൊ രാമനാമത്തിന്റെ മഹിമ ഈ ശ്ലോകത്തിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടു. രാ എന്ന് ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ പാപങ്ങളും ആ ശബ്ദം വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. അത് കഴിഞ്ഞ് മാ എന്ന് ജപിക്കുന്ന സമയത്ത് അത് വീണ്ടും അകത്തേക്ക് വരാതെ തടയുന്നു. അത്രയും ശ്രേഷ്ഠമായ ശക്തമായ മന്ത്രമാണ് രാമ എന്ന നാമം. ഇത്രയും കാര്യങ്ങൾ ആ രണ്ട് അക്ഷരങ്ങൾ ചെയ്യുന്നുണ്ട്, ആ രണ്ട് വർണ്ണങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ബോധത്തോടു കൂടി വേണം ആ നാമം ജപിക്കാൻ. രാമ എന്ന് പറയുന്ന സമയത്ത് ഇത്രയും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി നടന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും ഇല്ലാതെയാക്കാൻ കെൽപ്പുള്ള മന്ത്രമാണ് രാമമന്ത്രം എന്ന് പറയും. അതിനുള്ള കാരണമാണ് ഇവിടെ വ്യക്തമാക്കിയത്. കാരണം ദുരിതത്തിന് കാരണം പാപമാണ്. ആ പാപത്തെ പരിപൂർണമായി പുറംതള്ളുന്ന ശക്തിയുള്ള മന്ത്രമാണ് രാമമന്ത്രം. അത് ഒന്നാമത്തെ ശ്ലോകം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, രാമേതി വർണ്ണദ്വയമാദരേണ സദാസ്മരൻ മുക്തിം ഉപൈതി ജന്തു കലൗ യുഗേ കൽമഷമാനസാനാം അന്യത്ര ധർമ്മേ ഖലു നാധികാര. രാമനാമത്തിന്റെ മഹിമ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ്. രാമ ഇതി, രാമ എന്ന് വർണ്ണദ്വയം, രണ്ട് വർണ്ണങ്ങളെ, രാ എന്നൊരു വർണ്ണം, മാ എന്ന് രണ്ടാമത്തെ വർണ്ണം, ഈ രണ്ട് വർണ്ണങ്ങളെ ആദരേന, ആദരവോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി, ഭാവം വളരെ പ്രധാനമാണ് ജപത്തിൽ. അപ്പൊ വെറുതെ ഉച്ചരിച്ചാൽ പോരാ, ആദരവോടുകൂടി ഉച്ചരിക്കണം. കാരണം അത്രയും ശക്തിയുള്ള മന്ത്രമാണ്, നാമമാണ് എന്ന ബോധത്തോടു കൂടി ഉച്ചരിക്കണം. അപ്പൊ അതുകൊണ്ട് രാമേതി വർണ്ണദ്വയം ആദരേന സദാ സ്മരൻ, എപ്പോഴും സ്മരിച്ചുകൊണ്ട്, ആ നാമത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്മരിക്കുമ്പോൾ തന്നെ അത് ജപിച്ചതിൻ്റെ ഫലമാണ്. കാരണം ജപം അതിൻ്റെ പൂർണ്ണതയെ നേടുന്നത് അത് ഏറ്റവും അതിൻ്റെ സൂക്ഷ്മമായ തലത്തെ പ്രാപിക്കുമ്പോഴാണ്. അതായത് നിശബ്ദമായ ജപമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജപം. ആദ്യമൊക്കെ ഉറക്കെ ജപിച്ചുകൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തണം. ക്രമേണ ആ ജപത്തിന്റെ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്ന് പിന്നീട് മനസ്സിൽ ഒരു ചിന്തയായി തന്നെ ആ രാമനാമം ജപം തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഭാവത്തിൽ മനസ്സിൽ സ്മരിക്കുമ്പോൾ സദാ സ്മരൻ, ഈ വർണ്ണദ്വയങ്ങളെ, രാ മാ എന്ന വർണ്ണദ്വയങ്ങളെ ആദരവോടുകൂടി മനസ്സിൽ സദാ സ്മരിക്കുമ്പോൾ മുക്തിം ഉപൈതി ജന്തുഹു, ജന്തുക്കൾ, ജനിച്ചിട്ടുള്ളവരാണ് ജന്തുക്കൾ, നമ്മൾ എല്ലാവരും ജന്തുക്കളാണ്. അങ്ങനെയുള്ള നമുക്കെല്ലാം മുക്തി ഉപൈതി, മുക്തിയെ നേടുന്നു, നമ്മൾ മുക്തിയെ നേടുന്നു. എങ്ങനെ? ഈ വർണ്ണദ്വയങ്ങളെ ആദരവോടുകൂടി സ്മരിക്കുന്നത് കൊണ്ട് മാത്രം. അപ്പൊ രാമനാമം ജപിച്ചാൽ നമുക്ക് മുക്തി കിട്ടും, അതുറപ്പാണ്. ജനിച്ചവരാണ് നമ്മൾ, ജനിച്ചത് കൊണ്ട് മരണമുണ്ട്, മരിച്ചാലോ കർമ്മഫലങ്ങൾ ശേഷിക്കും, വീണ്ടും ജനിക്കണം. അപ്പൊ ജന്തു എന്ന ശബ്ദം കൊണ്ട് സംസാരത്തിൽ കുടുങ്ങിയിട്ടുള്ള, ജനന മരണ ചക്രത്തിൽ കുടുങ്ങിയിട്ടുള്ള എല്ലാ ജീവന്മാരെയും സൂചിപ്പിച്ചു. അവർക്ക് അതിൽ നിന്നും മോചനം വേണം. അതാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം, അതാണ് മോക്ഷം. അത് ലഭിക്കാൻ അവർ മറ്റൊന്നും ചെയ്യണ്ട, രാമനാമത്തെ സ്മരിച്ചാൽ മതി. മനസ്സിൽ രാമ എന്ന ആ ധ്വനി മുഴങ്ങിയാൽ മതി. ഇനി മനസ്സിൽ അത് സാധിക്കുന്നില്ല, അപ്പൊ സ്ഥൂലമായി ജപിക്കുക, രാമ എന്ന് ജപിച്ചാൽ മതി. ജപിച്ചാൽ ഉറപ്പായും മുക്തി നേടാൻ നമുക്ക് പ്രാപ്തിയുണ്ടാവും. കാരണം നമ്മുടെ ഉള്ളിലുള്ള പാപവാസനകളെ മുഴുവൻ തീർക്കുന്ന ശക്തി അതിനുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു.
അതുകൊണ്ട് രാമേതി വർണ്ണദ്വയമാദരേന സദാസ്മരൻ മുക്തിമുപൈതി ജന്തു. അത് കഴിഞ്ഞ് പറയുന്നു കലൗ യുഗേ കൽമഷമാനസാനാം. കലൗ യുഗേ, ഇത് കലിയുഗമാണ്. അപ്പൊ കലിയുഗത്തിൽ കഴിയുന്ന കൽമഷമാനസാനാം, കൽമഷം എന്നാൽ പാപം, പാപമുള്ള മനസ്സുള്ളവരായിട്ടുള്ള ആൾക്കാർ. പാപമുള്ളവരാണ് ഇവിടെ ദുഃഖിക്കുന്നത്, അവരാണ് കൂടുതൽ കൂടുതൽ ഇവിടെ കുടുങ്ങിപ്പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കലിയുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അന്യത്ര ധർമ്മേ ഖലു നാധികാര, മറ്റു ധർമ്മങ്ങളിലൊന്നും അവർക്ക് അധികാരമില്ല. ഒരുപാട് ക്രിയകൾ നമ്മുടെ മഹർഷിമാർ കണ്ടെത്തിയിട്ടുണ്ട് നമ്മളെ ഈ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കാൻ. വളരെ സൂക്ഷ്മമായ ഒരുപാട് ക്രിയകളുണ്ട്. അതൊന്നും ചെയ്യാനുള്ള അധികാരം കലിയുഗത്തിലുള്ള കൽമഷമാനസന്മാർക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം പാപഭാരമേറ്റിട്ടുള്ള ഒരു മനസ്സിന് സൂക്ഷ്മമായ ക്രിയകൾ ചെയ്യാനുള്ള സൂക്ഷ്മത ഉണ്ടാവുകയില്ല. അത് വളരെ സ്ഥൂലവത്കരിക്കപ്പെട്ടിട്ടുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാനുള്ള അധികാരം അതിനില്ല. ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ധ്യാനം പോലത്തെ അതിസൂക്ഷ്മമായ തലങ്ങളിലേക്ക് എത്തണമെങ്കിൽ മനസ്സ് അത്രയും ശാന്തമാകണം, അത്രയും പരിശുദ്ധമാകണം. കലിയുഗത്തിലുള്ള പാപവാസനകളാൽ നിറയപ്പെട്ടിട്ടുള്ള കലിയുഗത്തിന്റെ സ്വാധീനം കൊണ്ട് തന്നെ പുതിയ പാപവാസനകൾ പെട്ടെന്ന് രൂപപ്പെടും. അത്രയും ദുഷിച്ച ഒരു കാലഘട്ടമാണ് കലിയുഗം. അപ്പൊ അവിടെ ജീവിക്കുന്ന പൊതുവേ മനസ്സിൽ കൽമഷങ്ങളുണ്ട്, പോരാത്തതിന് കലിയുഗത്തിന്റെ സ്വാധീനം കൊണ്ട് പുതിയ കൽമഷങ്ങൾ രൂപപ്പെടുന്നു. അങ്ങനത്തെ ഭാരമേറിയ മനസ്സോട് കൂടിയിട്ടുള്ള നമുക്ക് മറ്റു മാർഗങ്ങളിലൊന്നും മറ്റു ധർമ്മങ്ങളിലൊന്നും നമ്മെ ആ പരമപദത്തിലേക്ക് നയിക്കുന്നതിനെയാണ് ഇവിടെ ധർമ്മം എന്ന് സൂചിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒന്നിലും ഖലു ഉറപ്പായും നാധികാര, നമുക്ക് അധികാരമില്ല. അപ്പൊ കലിയുഗത്തിൽ ജനിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരുപാട് പാപങ്ങളുള്ള മനസ്സോടു കൂടിയവരാണ്. നമുക്ക് മറ്റ് സൂക്ഷ്മമായ വഴികളൊന്നും പ്രാപ്യമല്ല. അപ്പൊ അതിനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ശ്രമിച്ചാൽ പോലും നമുക്ക് അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുകയില്ല. കാരണം അത്രയും ഉയർന്ന തലത്തിൽ എത്തിയവർക്ക് അത് സാധിക്കും. അപ്പൊ മറ്റു വഴികളെല്ലാം നമ്മൾ അത്രയും ഉയർന്ന തലത്തിൽ എത്തിയാൽ മാത്രം നമുക്ക് പ്രാപ്യമാണ്. എന്നാൽ നമ്മളൊക്കെ സാധാരണക്കാരാണ്, കലിയുഗത്തിന്റെ ദോഷങ്ങൾ മുഴുവൻ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള നമുക്ക് ഈ പറഞ്ഞ സൂക്ഷ്മമായ ധർമ്മങ്ങളിലൊന്നും അധികാരമില്ല. ആ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രമാണ്, രാമനാമത്തെ ജപിക്കുക, സ്മരിക്കുക. അത് ചെയ്താൽ തന്നെ നമുക്ക് മുക്തി ലഭിക്കും. അത് ഉറപ്പാണെന്നാണ് ഇവിടെ പറയുന്നത്. ആ മുക്തി അത് എങ്ങനെ തരുന്നു എന്നാണ് തൊട്ടു മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞത്. നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളെ മുഴുവൻ പുറത്തേക്ക് തള്ളുന്നു രാ എന്ന ശബ്ദം, അത് വീണ്ടും അകത്തേക്ക് വരാതെ നോക്കുന്നു മാ എന്ന ശബ്ദം. അതുകൊണ്ട് രാമനാമം നിത്യം ജപിക്കുക, അതാണ് കലിയുഗത്തിൽ ചെയ്യേണ്ടത്. കലിയുഗത്തിൽ ജീവിക്കുന്ന എല്ലാവരും മറ്റൊരു സാധനയും ചെയ്യണ്ട, രാമനാമം ജപിച്ചാൽ മതി, സ്മരിച്ചാൽ മതി എന്നിവിടെ പറയുന്നു. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. രാമേതി വർണ്ണദ്വയമാദരേന സദാ സ്മരൻ മുക്തിമുപൈതി ജന്തു കലൗ യുഗേ കൽമഷമാനസാനാം അന്യത്ര ധർമ്മേ ഖലു നാധികാര. അങ്ങനെ 2 ശ്ലോകങ്ങളിലായിട്ട് രാമനാമ മഹിമ വ്യക്തമാക്കപ്പെട്ടു. ഇനി 3ഉം 4ഉം ശ്ലോകങ്ങളിൽ ആ നാമത്തെ സ്വീകരിച്ച് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട പരബ്രഹ്മ രൂപൻ, അതായത് സാക്ഷാത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ മഹിമ വർണ്ണിക്കപ്പെടുകയാണ്. രാമൻ എന്ന അവതാരം ഉണ്ടാകുന്നതിന് മുമ്പേ രാമൻ എന്ന നാമമുണ്ട്. രാമനാമം ആദിയിലുള്ളതാണ്. കാരണം രാമനാമം ബ്രഹ്മശബ്ദമാണ് സൂചിപ്പിക്കുന്നത്, ബ്രഹ്മശബ്ദമാണ്, ബ്രഹ്മത്തെയാണത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രാമനാമത്തെ ഭഗവാൻ സ്വീകരിച്ച് അവതരിച്ചു. അതാണ് രാമാവതാരം. പക്ഷെ രാമാവതാരത്തിന് മുമ്പേ രാമനാമമുണ്ട്. അത് അനാദ്യനന്തമായ നാമമാണ്, സനാതനമായ നാമമാണ്, അതൊരു മന്ത്രമാണ്. അത് ഓർമ്മ വേണം. അതുകൊണ്ട് ആദ്യം നാമമഹിമ പറഞ്ഞു, പിന്നെ ആ നാമത്തിൽ അവതരിച്ച ഭഗവാന്റെ മഹിമ ഇവിടെ 3ാമത്തെ ശ്ലോകത്തിലും 4ാമത്തെ ശ്ലോകത്തിലും പറയുകയാണ്. അപ്പൊ 3ാമത്തെ ശ്ലോകം നോക്കാം. ജാനാതി രാമ തവ നാമ രുചിം മഹേഷോ ജാനാതി ഗൗതമ സതീ ചരണ പ്രഭാവം ജാനാതി ദോർബല പരാക്രമമീശ ചാപോ ജാനാത്യമോഘ പട്ടുബാണ ഗതിം പയോധി. ഇതാണ് 3ാമത്തെ ശ്ലോകം. രാമനാമത്തിന്റെ മഹിമ എന്താണെന്ന് വ്യക്തമാക്കാനായിട്ടാണോ ഭഗവാൻ അവതരിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഭഗവാൻ ശ്രീരാമചന്ദ്രനായി വന്നത് ആ നാമത്തിന്റെ മഹിമ, കാരണം ആ നാമം എന്താണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തു. ആ നാമത്തിന്റെ ശക്തി എന്താണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുകയാണ്, ജാനാതി രാമ, അല്ലയോ രാമ, അറിയുന്നു, തവ എന്ത്, നാമ രുചിം,
അങ്ങയുടെ നാമത്തിൻ്റെ രുചിയെ, അതിൻ്റെ സ്വാദിനെ അറിയുന്നു. ആര്? മഹേഷ. ഏറ്റവും വലിയ ഈശനായിരിക്കുന്നവൻ മഹേശൻ. ആരാത്? സാക്ഷാത് മഹാദേവൻ, ശ്രീ പരമേശ്വരൻ. അദ്ദേഹം എപ്പോഴും രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ജപിക്കുന്ന രാമനാമം എന്ന് പറയുന്നത് ഈ പരബ്രഹ്മനാമം, പരബ്രഹ്മവാചിയായിട്ടുള്ള രാമനാമമാണ്. അപ്പൊ എപ്പോഴും അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് രാമനാമം ജപിക്കുകയാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് അവസാനമായിട്ട് ചൊല്ലുന്ന ഒരു വരിയുണ്ട്. അത് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. അവിടെ പറയുന്നുണ്ട്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന്. അല്ലയോ വരാനനെ, ശ്രേഷ്ഠമായ മുഖമുള്ളവളെ എന്ന് പാർവതിയെ വിളിച്ചു പറയുകയാണ്. രാമനാമം സഹസ്രനാമത്തിനും തത്തുല്യമാണെന്ന്. 1000 നാമങ്ങൾ ചൊല്ലിയില്ലെങ്കിൽ പോലും രാമ എന്ന് ചൊല്ലിയാൽ മതി, അത് മുഴുവൻ ചൊല്ലിയതിൻ്റെ ഫലം കിട്ടുമെന്ന്. അപ്പൊ മഹാദേവൻ ഈ ബ്രഹ്മശബ്ദമായ രാമത്തിന്റെ മഹിമ മനസ്സിലാക്കി ആ നാമത്തെ ജപിച്ചുകൊണ്ടിരിക്കുന്ന, സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനാണ്. അതുകൊണ്ട് അതിൻ്റെ രുചി എന്താണെന്ന് അദ്ദേഹം അറിയുന്നു. അമൃതമാണത്, അതുകൊണ്ട് ഏറ്റവും മധുരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് രുചി എന്നിവിടെ പറയുന്നത്. അത്രയും മധുരമാണ്. കാരണം മോക്ഷം തന്നെ നൽകുന്നതാണ്, മരണരാഹിത്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ തേനിനേക്കാൾ മാധുര്യമുള്ള നാമമാണ്. അത് ജപിക്കുമ്പോൾ അതിൻ്റെ മഹിമ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ രുചി അറിയാൻ സാധിക്കൂ. അപ്പോൾ ആ മഹിമ മനസ്സിലാക്കിയത് കൊണ്ട് ഈ രുചിയെ നന്നായി അറിയുന്നു മഹേശ്വരൻ. ലോകത്തിന് മുഴുവൻ മോക്ഷം കൊടുക്കാനായിരിക്കുന്നവനാണ് മഹാദേവൻ. സംഹാരമൂർത്തിയാണ്, എല്ലാവർക്കും ലയം കൊടുക്കുന്നവനാണ്. അദ്ദേഹം പോലും നിത്യം ജപിക്കുന്നത് ഈ രാമനാമത്തെയാണ്. അപ്പൊ അല്ലയോ രാമചന്ദ്ര മഹാപ്രഭുവായി ഭൂമിയിൽ അവതരിച്ച മഹാവിഷ്ണുവേ, അങ്ങയുടെ നാമത്തിന്റെ രുചി എന്താണെന്ന് മഹേശൻ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. ജാനാതി രാമതവ നാമരുചിം മഹേഷോ. അത് കഴിഞ്ഞ് പറയുന്നു, ജാനാതി ഗൗതമ സതി ചരണപ്രഭാവം. അങ്ങയുടെ ചരണപ്രഭാവം, കാലിൻ്റെ പ്രഭാവം അതെത്രയാണെന്ന് ഗൗതമ സതി ജാനാതി. ഗൗതമന്റെ സതിയായിരിക്കുന്നവൾ, ഗൗതമന്റെ ഭാര്യയായിരിക്കുന്നവൾ അറിഞ്ഞിരിക്കുന്നു. അതായത് സാക്ഷാത് അഹല്യാദേവി. ഇന്ദ്രനോട് അടുപ്പം തോന്നി ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച സമയത്ത് ഗൗതമ മഹർഷി ശപിക്കുകയാണ്. അപ്പോൾ അധ്യാത്മരാമായണത്തിൽ അറിയാതെയാണ് അഹല്യ ഇന്ദ്രനെ സ്വീകരിക്കുന്നത്. പക്ഷെ വാൽമീകി രാമായണത്തിൽ അഹല്യ അറിഞ്ഞുകൊണ്ടേ തന്നെയാണ് ഇന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഗൗതമ മഹർഷി ശപിക്കുന്നത്. അപ്പോൾ അദൃശ്യയായി പോകട്ടെ എന്നാണ് വാൽമീകി രാമായണത്തിൽ ശപിക്കുന്നത്. ശിലയായി ഭവിക്കട്ടെ എന്ന് അധ്യാത്മരാമായണത്തിലും പറയുന്നു. അങ്ങനെ കാരണം രൂപമുള്ളത് കൊണ്ടാണല്ലോ നിനക്ക് ഈ ശല്യം മുഴുവൻ. അപ്പൊ നിന്റെ ആ സൗന്ദര്യം മറഞ്ഞു പോകട്ടെ, രൂപമില്ലാതെ ആകട്ടെ എന്ന് ഗൗതമ മഹർഷി ശപിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്നും ഒരു മോക്ഷം കിട്ടുക എന്ന് ചോദിച്ചാൽ, നീ പവിത്രയാവണം. ആ പവിത്രത നിനക്ക് ലഭിക്കുന്നത് രാമന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ എന്നാണ് പറയുന്നത്. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയോടുകൂടി ഗൗതമാശ്രമത്തിലേക്ക് രാമനും ലക്ഷ്മണനും വരുന്നു. രാമൻ അഹല്യാദേവിയെ സ്പർശിക്കുന്നു, കാലുകൊണ്ട് സ്പർശിക്കുന്നു. ആ ചരണസ്പർശമേറ്റതോടുകൂടി, ആ കാലിൽ പറ്റിയിട്ടുള്ള പൊടി തട്ടിയതോടുകൂടി തന്നെ അഹല്യയ്ക്ക് വീണ്ടും പൂർവമായ രൂപം ലഭിക്കുന്നു. എല്ലാ പാപങ്ങളും തീർന്നു. അപ്പൊ രാമനാമത്തിന്റെ മഹിമ എത്രയാണെന്ന് വ്യക്തമാക്കാനായി ഭൂമിയിൽ അവതരിച്ചവനാണ് രാമചന്ദ്ര മഹാപ്രഭു. അപ്പൊ അദ്ദേഹം ആ ചരണസ്പർശം കൊണ്ട് അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു. അതുകൊണ്ട് അഹല്യാദേവി, ആ ഗൗതമ സതി അങ്ങയുടെ ചരണപ്രഭാവത്തെ അറിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ ചരണത്തിന്റെ പ്രഭാവം നമ്മളും സ്മരിക്കണം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നമ്മളും ശരണം പ്രാപിക്കണം. ജാനാതി ഗൗതമ സതി ചരണപ്രഭാവം, ജാനാതി ദോർബല പരാക്രമമീശ ചാപോ. ഈശ ചാപഹ. ഈശ ചാപം എന്ന് പറഞ്ഞാൽ, ചാപം എന്നാൽ വില്ല്, ഈശൻ എന്നാൽ മഹേശ്വരൻ, മഹാദേവൻ. മഹാദേവന്റെ വില്ല് ജാനാതി അറിയുന്നു. എന്ത്? ദോർ ബല പരാക്രമം. ദോർ എന്ന് പറഞ്ഞാൽ കൈ, കൈയിന്റെ ബലപരാക്രമത്തെ, കൈയിന്റെ ബലത്തെയും പരാക്രമത്തെയും ഈശ്വരന്റെ ചാപം അറിയുന്നു, അറിഞ്ഞിരിക്കുന്നു. എന്താ കാരണം? സീതാദേവിയെ സ്വയംവരം സ്വീകരിക്കാനായി, സീതാദേവിയെ വിവാഹം കഴിക്കാനായി ജനക മഹാരാജാവ് ഒരുക്കി വെച്ചിട്ടുള്ളതായിരുന്നു ഈ വില്ല്. മഹേശ്വരന്റെ ചാപമാണ്. ആ വില്ലിനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു, അത് ഒരാൾക്കും പൊക്കാൻ പോലും പറ്റില്ല. ഒരുപാട് പേരാണ് അതിനെ സദസ്സിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. അത്രയും ഭാരമുള്ള ഒന്നാണ്. അതിനെ വളരെ ലാഘവത്തോടു കൂടി എടുത്തു പൊക്കി ഒടിക്കുകയാണ് രാമൻ ചെയ്തത്. തൻ്റെ പരാക്രമം, ബാഹുവിൻ്റെ പരാക്രമം എത്രയാണെന്ന് ആ വില്ല് മനസ്സിലാക്കി. അത്രയും പരാക്രമത്തോടൊത്തവനാണ്. കാലുകൊണ്ട് എല്ലാ പാപങ്ങളെയും നീക്കുന്നു, കൈകൊണ്ട് സംരക്ഷണത്തിനെ നൽകാൻ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനുള്ള സാമർഥ്യമുള്ളവനാണ് അവിടുന്ന്.
രാമനാമ മഹിമയെ വ്യക്തമാക്കാനായി അങ്ങനെ ലീലയാടിയവനാണ് അവിടുന്ന്. അതുകൊണ്ട് ജാനാതി ദോർബല പരാക്രമമീശ ചാപോ, അത്രയും പരാക്രമമുള്ള കരങ്ങളോട് കൂടിയവനാണ് രാമചന്ദ്ര മഹാപ്രഭു. വളരെ അനായാസമായി അതിനെ ഒടിച്ചുകൊണ്ട് ജാനകിയെ വിവാഹം കഴിച്ചു. ധർമ്മപത്നിയായ സാക്ഷാത് ലക്ഷ്മിയുടെ തന്നെ അവതാരമായ സീതാദേവിയെ ഭഗവാൻ സ്വീകരിച്ചു. ജാനാത്യമോഘപട്ടുബാണഗതിം പയോധി. പയോധി, പയോധി എന്ന് പറഞ്ഞാൽ സാഗരം. സമുദ്രം ജാനാതി അറിയുന്നു. എന്താണ്? അമോഘ പടു ബാണഗതിം. അമോഘം എന്ന് പറഞ്ഞാൽ വ്യർത്ഥമാകാത്തത്, പടു എന്ന് പറഞ്ഞാൽ സമർത്ഥമായത്, ബാണഗതിം, ബാണം എന്നാൽ അമ്പ്. അമ്പിന്റെ പ്രയാണം അമോഘവുമാണ് പടുവുമാണ്. വളരെ സമർത്ഥമായി അമ്പെയ്യുന്നവനാണ് അങ്ങ്. അങ്ങ് അമ്പെയ്താൽ അത് ലക്ഷ്യസ്ഥാനം ഭേദിക്കുക തന്നെ ചെയ്യും. അതൊരിക്കലും ആ സ്ഥാനത്ത് നിന്നും വ്യതിചലിക്കുകയില്ല. അതുകൊണ്ട് അമോഘമാണ്. രാമബാണം ഒരിക്കലും വ്യർത്ഥമാവുകയില്ല. അപ്പോൾ ഒരാളെ വധിക്കണമെന്ന് രാമൻ തീരുമാനിച്ചാൽ അവൻ വധിക്കപ്പെട്ടിരിക്കും, അതുറപ്പാണ്. അത്രയും സമർത്ഥനാണ്. അതുകൊണ്ടാണ് അമോഘ പട്ടുബാണഗതിം പയോധി ജാനാതി എന്ന് പറയുന്നത്. ഈ കഥയും നമുക്കറിയാം. സീതയെ അന്വേഷിച്ചുകൊണ്ട് രാമചന്ദ്ര മഹാപ്രഭു നടക്കുകയാണ്, യാത്ര ചെയ്യുകയാണ്. അങ്ങനെ സുഗ്രീവനെ കാണുന്നു. അതായത് ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന സമയത്ത് ശൂർഭനഖയുടെ മൂക്ക് ഛേദിക്കുന്നു, ഖരദൂഷണന്മാരെ വധിക്കുന്നു. രാവണൻ മാരീച്ചനെ കൊണ്ടുവന്ന് മാരീച്ചനെ ഒരു മാനാക്കി, സ്വർണ്ണമാനാക്കി രാമനെ ആ ആശ്രമത്തിൽ നിന്നും അകറ്റി. പിന്നീട് രാമന്റെ ശബ്ദത്തിൽ മാരീച്ചൻ കരയുകയാണ്. കാരണം രാമൻ ബാണമെയ്ത് മാരീച്ചനെ വധിക്കുകയാണ്. ആ കരച്ചിൽ കേട്ട് ലക്ഷ്മണൻ വരുന്നു. ആ സമയത്ത് രാവണൻ വന്ന് സീതാദേവിയെ കട്ടുകൊണ്ടുപോകുന്നു. പിന്നീട് സീതയെ അന്വേഷിച്ച് രാമൻ നടക്കുകയാണ്. അദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിക്കുന്നു, പല ആൾക്കാരെയും കണ്ടുമുട്ടുന്നു. അതിന് കബന്ധനെ കാണുന്നു, ആദ്യം ജടായുവിനെ കാണുന്നു. കാരണം സീതാദേവിയെ രക്ഷിക്കാനായിട്ട് അരുണപുത്രനായ ജടായു അദ്ദേഹം വന്ന് രാവണനോട് യുദ്ധം ചെയ്ത് രാവണന്റെ ചന്ദ്രഹാസത്തിന്റെ പ്രഹാരം കൊണ്ട് മരിച്ചു വീഴുകയാണ്, പ്രാണനറ്റ് കിടക്കുകയാണ്. അപ്പൊ രാമനെ കണ്ടിട്ട് എൻ്റെ പ്രാണൻ പോകട്ടെ എന്ന് പറഞ്ഞ് സീതാദേവി അനുഗ്രഹിക്കുന്നു. ക്രമേണ രാമചന്ദ്ര പ്രഭു വന്ന് അവിടെ ജടായുവിനെ കാണുന്നു, വിവരം മനസ്സിലാക്കുന്നു. ജടായുവിന്റെ അന്ത്യകർമ്മം അദ്ദേഹം തന്നെ ചെയ്തു കൊടുക്കുന്നു. കാരണം ദശരഥന്റെ ആത്മമിത്രമായിരുന്നു ജടായു. അങ്ങനെ അദ്ദേഹത്തിന് സൽഗതി കൊടുത്ത് യാത്ര തുടർന്ന് കബന്ധനെ കണ്ടുമുട്ടുന്നു. കബന്ധൻ ശബരി ആശ്രമത്തെക്കുറിച്ചും സുഗ്രീവനെ കുറിച്ചും പറയുന്നു. പിന്നീട് ശബരി ആശ്രമത്തിൽ ചെന്ന് ശബരിയെ കാണുന്നു, ആ അമ്മയ്ക്ക് മോക്ഷം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ശബരി പറഞ്ഞതനുസരിച്ച് സുഗ്രീവനെ കാണുന്നു. സുഗ്രീവന്റെ അടുത്തേക്ക് രാമനെ എത്തിക്കുന്നത് സാക്ഷാത് ആഞ്ജനേയ സ്വാമിയാണ്. ഒരു വട്ടുവിന്റെ രൂപം ധരിച്ചു വന്ന് അവരെ മനസ്സിലാക്കി രണ്ടുപേരെയും സ്വന്തം രൂപം കാണിച്ചു കൊടുത്ത് സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ സുഗ്രീവനെ സഹായിക്കാനായിട്ട് ബാലിയെ വധിക്കുന്നു. പിന്നീട് സുഗ്രീവന്റെ സഹായത്താൽ ഹനുമാൻ സ്വാമിയെ ലങ്കയിലേക്ക് അയക്കുന്നു. ഹനുമാൻ സ്വാമി സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ ചെന്ന് സീതാദേവിക്ക് ചിഹ്നം കൊടുത്ത് കാര്യമെല്ലാം പറഞ്ഞ് രാമന്റെ ദൂതനാണെന്ന് പറഞ്ഞ് രാവണനെ പോയി കാര്യം ധരിപ്പിച്ച് രാവണൻ ഹനുമാൻ സ്വാമിയുടെ വാലിൽ തീ വെച്ച് ഹനുമാൻ സ്വാമിയെ വധിക്കാൻ ശ്രമിക്കുമ്പോൾ അഗ്നിയുടെ ബാധ ഏൽക്കാത്ത ഹനുമാൻ സ്വാമി ലങ്കയെ മുഴുവൻ ദഹിപ്പിക്കുന്നു. മടങ്ങി വരുന്നു, രാമനോട് കാര്യം പറയുന്നു. രാമൻ, സുഗ്രീവൻ, ഹനുമാൻ, മറ്റുള്ള വാനര സൈന്യം മുഴുവനായിട്ട് ലക്ഷ്മണനോടുകൂടി യാത്ര പുറപ്പെടുന്നു. അങ്ങനെ സമുദ്രതീരത്ത് വരുന്നു. സമുദ്രതീരത്ത് വരുമ്പോൾ സമുദ്രം കടക്കാനുള്ള മാർഗം സമുദ്രത്തോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞു. കാരണം തൻ്റെ പൂർവികർ പണിതിട്ടുള്ളതാണ്. സഗരന്മാർ പണിതത് കൊണ്ടാണ് സാഗരം എന്ന പേര് കിട്ടിയത്. ഭഗീരഥനാണ് അവിടെ ജലം കൊണ്ടുവന്ന് നിറയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു കടപ്പാട് ആ സാഗരത്തിന് തന്നോടുണ്ടാകും എന്ന ബോധത്തോടെ ഭക്തനായിക്കൊണ്ട് അവിടെ ഇരുന്ന് സാഗരത്തെ പൂജിക്കുകയാണ്. പക്ഷെ എത്ര പൂജിച്ചിട്ടും സാഗരം വരുന്നില്ല, തനിക്ക് വഴി തരുന്നില്ല. ആ സമയത്ത് ക്രോധം വന്നുകൊണ്ട് രാമൻ തൻ്റെ ബാണമെടുക്കുന്നുണ്ട്. ബാണമെടുത്ത് ആ ചാപത്തിൽ ധരിച്ചുകൊണ്ടൊരു വലിക്കുന്ന സമയത്ത് സമുദ്രം വിറച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയാണ് സമുദ്രദേവൻ. അദ്ദേഹം വന്ന് രാമന്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനറിയാം രാമൻ ബാണമെടുത്താൽ പിന്നെ അത് ലക്ഷ്യം കാണാതെ പിൻവലിയുകയില്ല. അങ്ങനെ സമുദ്രം അപേക്ഷിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ജഡവസ്തുവായ ഭാവത്തിൽ അങ്ങ് തന്നെയാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. അങ്ങയുടെ മഹിമ അറിയാത്തത് കൊണ്ടോ അങ്ങയോ അപമാനിക്കാനോ അല്ല എന്ന് പറഞ്ഞ് ക്ഷമയാചിക്കുന്നു. പിന്നീട് എൻ്റെ ബാണത്തിന് പറ്റിയൊരു സ്ഥലം കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ പശ്ചിമ ഭാഗത്ത് തീരത്തുള്ള ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അവിടെ രാക്ഷസന്മാർ അധികമാണെന്ന് പറയുന്നു. അങ്ങോട്ട് ആ ബാണം അയക്കുന്നു, അവരെ മുഴുവൻ വധിക്കുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അമോഘ പട്ടുബാണഗതിം പയോധി ജാനാതി. സമുദ്രത്തിനറിയാം. കാരണം രാമന് ബാണം പ്രയോഗിക്കേണ്ട ആവശ്യം പോലും വന്നില്ല. ആ ബാണം എടുത്ത് ഇതിൽ വെച്ച് വില്ലിൽ വെച്ച സമയത്ത് തന്നെ, ഞാൻ വലിച്ച സമയത്ത് തന്നെ സമുദ്രം പ്രത്യക്ഷപ്പെട്ടു ഭയപ്പാടോടുകൂടി. കാരണം സമുദ്രത്തിനറിയാം ഇത് സാധാരണക്കാരനല്ല.
ഇദ്ദേഹം ബാണമെടുത്താൽ അത് എഴുതിയിരിക്കും, അത് ലക്ഷ്യസ്ഥാനം പ്രാപിച്ചിരിക്കും. സമുദ്രം മുഴുവൻ വറ്റിപ്പോകും, അങ്ങനത്തെ ഭാവം ഉണ്ടാവും. അതുകൊണ്ട് വന്ന് ശരണം പ്രാപിച്ചു. അപ്പൊ അത്രയും മഹിമാവോടുകൂടിയവനാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. ജാനാതി രാമ തവ നാമ രുചിം മഹേഷോ ജാനാതി ഗൗതമ സതി ചരണ പ്രഭാവം ജാനാതി ദോർബല പരാക്രമമീശ ചാപോ ജാനാത്യമോഘ പട്ടുബാണഗതിം പയോധി. തുടർന്ന് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ജാനാതി രാമ തവ ചിത്തഗതിം ഹനുമാൻ ജാനാതി രാമ തവ സഖ്യഗതിം കപീശ ജാനാതി രാമ തവ യുദ്ധഗതിം ദശാസ്യോ ജാനാതി രാമ തവ മോക്ഷഗതിം ഖഗേന്ദ്ര. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കഥകൾ തന്നെ ഒന്നുകൂടി സ്മരിക്കുകയാണ് ഇവിടെ. ജാനാതി രാമ തവ ചിത്തഗതിം ഹനുമാൻ. ഹനുമാൻ സ്വാമി തവ അങ്ങയുടെ ചിത്തഗതിയെ അറിയുന്നു അല്ലയോ രാമ. ചിത്തഗതി, മനസ്സിന്റെ ഭാവം എന്താണെന്ന് ഹനുമാൻ സ്വാമി അറിയുന്നു. രാമന്റെ മനസ്സിൽ എന്താണെന്ന് ഹനുമാനോളം മനസ്സിലാക്കിയ മറ്റൊരു അവതാരമില്ല, മറ്റൊരു വ്യക്തിത്വമില്ല. കാരണം രാമൻ ചിന്തിച്ചാൽ മതി, ഹനുമാൻ അത് പ്രവർത്തിക്കും. അത്രയും ഭക്തിയായിരുന്നു ഹനുമാന് രാമനോട്. രാമചന്ദ്ര മഹാപ്രഭു ഒരിക്കൽ ഹനുമാനോട് ചോദിച്ചതായിട്ട് പറയപ്പെടുന്ന ഒരു ശ്ലോകമുണ്ട്. അവിടെ അദ്ദേഹം ചോദിക്കുകയാണ്, നീയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? നീ എന്നെ ഏത് ഭാവത്തിലാണ് കാണുന്നത്? അതറിയാൻ എനിക്ക് വളരെ ആകാംക്ഷയുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ആ സമയത്ത് ഹനുമാൻ സ്വാമി കൊടുക്കുന്ന മറുപടി, ദേഹദൃഷ്ട്യാത്വദാസോഹം ജീവദൃഷ്ട്യാത്വദംശകം തത്വദൃഷ്ട്യാത്വമേവാഹം ഇതി മേ നിശ്ചിതാമതി എന്നാണ്. അല്ലയോ രാമചന്ദ്ര മഹാപ്രഭു, ഈ ശരീരത്തിന്റെ തലത്തിൽ ഞാൻ നിൽക്കുമ്പോൾ, ശരീരബോധത്തോടുകൂടി ഹനുമാൻ എന്ന ഭാവത്തിൽ ഞാൻ നിൽക്കുമ്പോൾ അങ്ങ് പ്രഭുവും ഞാൻ ദാസനുമാണ്. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്നാൽ ശരീരബോധം വിട്ടുകൊണ്ട് ഞാൻ എൻ്റെ ജീവഭാവത്തിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണെന്നുള്ള ഭാവത്തിലേക്ക് വരുമ്പോൾ അങ്ങ് പരിപൂർണനായ പരബ്രഹ്മവും ഞാൻ അതിൻ്റെ അംശവുമാണ്. അങ്ങ് പൂർണ്ണനും ഞാൻ അംശവുമാണ്. എന്നാൽ ഇതിനെയും തരണം ചെയ്ത് ഞാൻ സ്വരൂപബോധത്തിൽ ഉറയ്ക്കുമ്പോൾ, അതായത് ദേഹത്തിലുള്ള ജീവഭാവം പോലും വെടിഞ്ഞ് പരമമായ ഭാവത്തെ ഞാൻ സ്വീകരിക്കുമ്പോൾ, ത്വമേവാഹം, അങ്ങ് തന്നെയാണ് ഞാൻ. നമ്മൾ തമ്മിൽ ഒരു ഭേദവുമില്ല. രാമൻ തന്നെ ഹനുമാൻ, ഹനുമാൻ തന്നെ രാമൻ. കാരണം രണ്ടുപേരും പരബ്രഹ്മ വസ്തു തന്നെയാണ്. അപ്പൊ ഇങ്ങനെ 3 തലത്തിൽ ഞാൻ അങ്ങയെ കാണുന്നു എന്നാണ് ഹനുമാൻ സ്വാമി പറയുന്നത്. അപ്പൊ രാമനെ അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയവനാണ്. അതുകൊണ്ട് അങ്ങയുടെ ചിത്തഗതിയെ ഹനുമാൻ അറിയാം. അങ്ങ് എന്ത് ചിന്തിക്കുന്നുവെന്ന് ഹനുമാൻ അറിയാം. ഇനി ഇതിനെ മറ്റൊരു രീതിയിലും നോക്കാം. ചിത്തത്തിൽ രാമനുണ്ടെങ്കിൽ അതെങ്ങനെയുള്ള ഭാവമാണെന്ന് ഹനുമാൻ അറിയുന്നു. അതുകൊണ്ട് ചിത്തഗതി എന്ന് പറയാം. കാരണം ഹനുമാന്റെ ചിത്തത്തിൽ എപ്പോഴും രാമൻ തന്നെയാണ്. നെഞ്ചു പിളർന്ന് കാണിച്ചു കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയും രാമചന്ദ്ര മഹാപ്രഭുവിന്റെ സാന്നിധ്യം അകത്ത്. കാരണം ഹൃദയത്തിൽ എപ്പോഴും രാമനാണ്. അപ്പോൾ ഹൃദയത്തിൽ രാമൻ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ ഹനുമാൻ സ്വാമിയെ നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ ബലം, അദ്ദേഹത്തിന്റെ പരാക്രമം, അദ്ദേഹത്തിന്റെ ധർമ്മബോധം, അദ്ദേഹത്തിന്റെ ധൈര്യം, ഇതെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവാം രാമന്റെ വാസം അദ്ദേഹത്തിന്റെ ചിത്തത്തിലുണ്ട്. അങ്ങനെ ഒരു ഭാവം നമുക്കുണ്ടായാൽ, നമ്മുടെ ചിത്തത്തിലും രാമൻ സദാ വസിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തെ പോലെയുള്ള ശ്രേഷ്ഠത നമുക്കും ലഭിക്കും. അതുകൊണ്ട് ജാനാതി രാമ തവ ചിത്തഗതിം ഹനുമാൻ, ഇങ്ങനെ 2 പ്രകാരത്തിലും ഇത് പറയാം. ജാനാതി രാമ തവ സഖ്യഗതിം കപീശ. കപീശ, കപികളുടെ ഈശൻ, രാജാവ്. ആരാ? അത് സാക്ഷാത് സുഗ്രീവനാണ്. സുഗ്രീവൻ ജാനാതി, അറിയുന്നു. എന്ത്? അല്ലയോ രാമ തവ സഖ്യഗതിം, അങ്ങയോട് സഖ്യം ചെയ്താൽ എന്താണ് ഗുണം എന്നുള്ളത് സുഗ്രീവൻ നന്നായി മനസ്സിലാക്കുന്നു. സുഗ്രീവന് രാമനുമായി സഖ്യം ചെയ്തു കൊടുക്കുന്നത് രാമന്റെ മഹിമയറിയാവുന്ന ഹനുമാൻ സ്വാമിയാണ്. ആ സഖ്യം ചെയ്തതോടുകൂടി സുഗ്രീവൻ തന്റെ ദുഃഖം മുഴുവൻ രാമനോട് പറയുകയാണ്. തൻ്റെ ഭാര്യയെ അപഹരിച്ചു വെച്ചിരിക്കുകയാണ്, തന്നെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് തൻ്റെ സഹോദരനായ ബാലി എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലിയെ വധിക്കാൻ താൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ വാക്ക് ഭഗവാൻ പാലിക്കുന്നു. ബാലിയെ വധിക്കുന്നു. ബാലിയെ വധിച്ചു കഴിഞ്ഞ് ആ രാജ്യം സുഗ്രീവന് കൊടുക്കുന്നു. അപ്പോൾ ഒരിക്കലും നടക്കാത്തത് എന്ന് ഉറപ്പിച്ചിരുന്ന കാര്യമായിരുന്നു രാജ്യം തിരിച്ചു കിട്ടുക. തൻ്റെ ഭാര്യയെ പോലും തിരിച്ചു കിട്ടില്ല എന്നാണ് സുഗ്രീവൻ കരുതിയിരുന്നത്. പക്ഷെ രാമനുമായിട്ട് സഖ്യം നടത്തിയത് കൊണ്ട് ഭാര്യയെയും ലഭിച്ചു, രാജ്യവും ലഭിച്ചു. അതുമാത്രമല്ല, കാലാകാലത്തേക്കുള്ള യശസ്സും ലഭിച്ചു. ഇന്നും സുഗ്രീവനെ ആൾക്കാർ ഓർക്കുന്നു. അത്രയും കീർത്തിയും ലഭിച്ചു. അതുകൊണ്ട് അങ്ങയുടെ സഖ്യഗതി എത്രയാണെന്ന്, സഖ്യം ചെയ്താലുള്ള ഗുണം എത്രയാണെന്ന് കപീശനായ സുഗ്രീവൻ മനസ്സിലാക്കി. ഇനി കപീശൻ എന്ന പദം കൊണ്ട് നമുക്ക് ബാലിയെയും സൂചിപ്പിക്കാം. കാരണം ബാലിക്ക് വധമുണ്ടായതും ഇദ്ദേഹത്തിന്റെ സഖ്യം കൊണ്ടാണ്.
സുഗ്രീവനുമായിട്ട് രാമൻ സഖ്യം ചെയ്തതുകൊണ്ട് കപികളുടെ രാജാവായിരുന്ന ബാലി കാര്യം മനസ്സിലാക്കി. കാരണം ദുഷ്ടത കാണിച്ചവനെ വധിക്കും. അപ്പൊ രാമൻ തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ശത്രുക്കളെ വധിക്കും എന്നുള്ള തത്വം ബാലിയും ഗ്രഹിച്ചു എന്ന് വേണമെങ്കിൽ എടുക്കാം. എന്നാലും കൂടുതൽ യോജിക്കുന്നത് സുഗ്രീവൻ എന്ന വ്യാഖ്യാനം തന്നെയാണ്. അപ്പൊ അങ്ങയുടെ സഖ്യമുണ്ടായാൽ വളരെയധികം ഗുണമുണ്ടെന്ന് സുഗ്രീവനിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. ഇപ്പൊ രാമനോട് സഖ്യം നമുക്കുണ്ടാവണമെന്ന സൂചന അവിടെയുണ്ട്. ജാനാതി രാമ തവ യുദ്ധഗതിം ദശാസ്യോ. സഖ്യമുണ്ടായാൽ എന്താണ് ഗുണമെന്ന് പറഞ്ഞു. ഇനി യുദ്ധമായാലോ, യുദ്ധഗതിം, അങ്ങ് യുദ്ധത്തിൽ എങ്ങനെയുള്ളവനാണ്, അങ്ങയോട് യുദ്ധം ചെയ്താൽ എന്തായിരിക്കും ഭാവം എന്ന് ദശാസ്യൻ, 10 മുഖമുള്ളവൻ, ആരാ? രാവണൻ അറിഞ്ഞു. രാവണൻ ലോകത്തിലുള്ള പലരെയും വിറപ്പിച്ചിട്ടുള്ളവനാണ്. ആ രാവണന് ഭഗവാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇപ്പോ ചിത്തഗതിം ഹനുമാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അവിടെ ഹനുമാന്റെ ചിത്തത്തിൽ രാമൻ ഉള്ളത് കൊണ്ട് ഹനുമാൻ അതിന്റെ മഹിമ മനസ്സിലാക്കി എന്നർത്ഥം നമ്മൾ എടുത്തു. ആ മഹിമ വ്യക്തമാക്കുന്ന ഒരു സന്ദർഭം രാവണന്റെ സദസ്സിലുണ്ട്. അധ്യാത്മരാമായണത്തിൽ വളരെ നന്നായി അത് വർണ്ണിക്കപ്പെടുന്നുണ്ട്. ഹനുമാൻ സ്വാമിയെ പിടിച്ചു കെട്ടിക്കൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ് രാവണന്റെ മുമ്പിൽ. ഹനുമാൻ സ്വാമിക്ക് ബ്രഹ്മാസ്ത്രമൊന്നും ഏൽക്കില്ല. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം വെറും ഒരു ബന്ധനം തീർക്കുകയാണ്. ആ ബന്ധനം തന്നെ മറ്റു കയറുകൾ കെട്ടുമ്പോൾ മാഞ്ഞു പോകും. ഹനുമാനെ കെട്ടിയിട്ടില്ല, പക്ഷെ കെട്ടിയവനെ പോലെ ഹനുമാൻ വരികയാണ്. അങ്ങനെ വന്ന് രാവണന്റെ മുമ്പിൽ നിന്ന് രാവണനോട് കാര്യം പറയുകയാണ്. ഞാൻ രാമന്റെ ദൂതനാണ്, രാമന്റെ ദാസനാണ്. രാമന് തൻ്റെ ധർമ്മപത്നിയെ വീണ്ടെടുക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നിട്ടുള്ളതാണ്. അങ്ങ് ആ ധർമ്മപത്നിയെ രാമന് തിരിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഓർക്കണം, ഒറ്റയ്ക്കാണ്, രാവണന്റെ സദസ്സിലാണ്, ചുറ്റും ശത്രുക്കളാണ്, എല്ലാം ബലിഷ്ഠരായ ശത്രുക്കളാണ്. കാരണം ഇന്ദ്രനെ പോലും സ്വർഗത്തിൽ പോലും പോയി യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അത്രയും ശക്തിയുള്ള ആൾക്കാരുടെ നടുവിൽ ഒരല്പം പോലും കുലുങ്ങാതെ വളരെ ശാന്തമായി സധൈര്യം സംസാരിക്കുന്ന ഹനുമാനെ അധ്യാത്മരാമായണത്തിൽ നമുക്ക് കാണാം. ഇവനെ വധിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ ഉപദേശത്തെ മുഴുവൻ ധിക്കരിക്കുന്ന നീ ആരാടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവജ്ഞയോടുകൂടി സംസാരിക്കുന്ന രാവണന്റെ മുമ്പിൽ ഹനുമാൻ സ്വാമി പറയുന്ന ഒരു വരിയുണ്ട്. നിന്നെ പോലത്തെ 100,000 രാവണന്മാർ വന്നാലും എൻ്റെ ചെറുവിരൽക്ക് പോരാ എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ശക്തി ഹനുമാൻ സ്വാമിക്ക് കിട്ടിയത് എങ്ങനെയാ? അത് രാമനകത്തുള്ളത് കൊണ്ട്. അപ്പൊ രാമൻ ചിത്തത്തിലുണ്ടെങ്കിൽ അതിന്റെ മഹിമ ഹനുമാൻ മനസ്സിലാക്കി. ആ രാമന്റെ മഹിമയും അവിടെ രാവണൻ മനസ്സിലാക്കുകയാണ്. രാമൻ ഹൃദയത്തിൽ ഉള്ളവന് തന്നെ ഇതാണ് ഭാവമെങ്കിൽ രാമന്റെ ഭാവം എന്തായിരിക്കുമെന്ന് രാവണൻ പോലും ആ സന്ദർഭത്തിൽ ചിന്തിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഹനുമാൻ സ്വാമി ആ വാലിൽ തീ കൊളുത്തിയ സമയത്ത് ലങ്ക മുഴുവൻ ഭസ്മമാക്കി. ഇപ്പൊ രാമനെ ഹൃദയത്തിൽ വെച്ചവന്റെ കരുത്ത് വീണ്ടും രാവണൻ അറിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു ചെന്ന് രാമനുമായിട്ട് വരികയാണ്. രാമൻ സമുദ്രം ഒരിക്കലും ലംഘിക്കാൻ പറ്റില്ല എന്ന് കരുതി. പക്ഷെ രാമചന്ദ്ര മഹാപ്രഭു സേതു ബന്ധിച്ചുകൊണ്ട് അത് കടന്നു, ലങ്കയിലെത്തി. ലങ്കയിലേക്ക് ആർക്കും വരാൻ പറ്റില്ല എന്ന അഹങ്കാരമായിരുന്നു. ആ ലങ്കയിലേക്ക് എത്തി. അവിടെ വന്ന് യുദ്ധം ആരംഭിച്ചു. ഗംഭീരമായ യുദ്ധമാണ്. രാവണന്റെ സൈന്യത്തിലുള്ള ഓരോരുത്തരും മരണപ്പെടുകയാണ്. ഒരിക്കലും മരിക്കില്ല എന്ന് കരുതിയവർ പോലും മരിക്കുകയാണ്. കുംഭകർണൻ അടക്കം മരിക്കുന്നുണ്ട്. വിഭീഷണൻ രാവണനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നു. രാവണൻ അവനെയും ഉപേക്ഷിക്കുന്നു. ആ വിഭീഷണൻ വന്ന് രാമനെ ശരണം പ്രാപിക്കുന്നു. അപ്പൊ സുഗ്രീവന് കിട്ടിയ അതേ ഭാഗ്യം വിഭീഷണനും ലഭിക്കുന്നു. ക്രമേണ യുദ്ധം മൂർധന്യത്തിലെത്തി. രാവണനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വധിക്കുകയാണ്. അതിനിടയിൽ എല്ലാവരെയും മോഹാലസ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ട്. മരിച്ചു എന്ന അവസ്ഥ തന്നെയായി. എല്ലാവരും മരിച്ചു എന്ന ഭാവത്തിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഹനുമാൻ സ്വാമിയാണ് പോയി മൃതസഞ്ജീവനി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതും ഹനുമാന് സാധിച്ചത് ചിത്തത്തിൽ രാമൻ ഉള്ളത് കൊണ്ടാണ്. ഒരു വലിയ പർവ്വതത്തെ എത്രയോ ദൂരെ ഹിമാലയത്തിൽ ചെന്ന് പൊക്കിക്കൊണ്ടുവരികയാണ് പൂവ് പറിക്കുന്ന ലാഘവത്തോടു കൂടി. കാരണം ആ ഔഷധികൾ മറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് പറിച്ചു കൊണ്ടുവന്ന് ജാമ്പവാന് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ അവിടെ ജാമ്പവാന്റെ നിർദ്ദേശപ്രകാരം വാനരന്മാർ അതിൽ നിന്നും ഔഷധം ഉണ്ടാക്കി വിതരണം ചെയ്ത് എല്ലാവരെയും വീണ്ടും ജീവിപ്പിക്കുകയാണ്. ആ പർവ്വതത്തെ വീണ്ടും കൊണ്ടുപോയി വയ്ക്കുന്നു. അവിടെ ആ സന്ദർഭത്തിൽ ഹനുമാൻ ജീവനോടെ ഉണ്ടോ എന്നാണ് വിഭീഷണനോട് ജാമ്പവാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, വളരെയധികം രക്തം വന്നിട്ടുണ്ട്, കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ വിഭീഷണൻ വന്ന് അടുത്ത് നിൽക്കുമ്പോൾ ചോദിക്കുന്നത് ഹനുമാൻ ഉണ്ടോ എന്നാണ്. കാരണം ഹനുമാന്റെ മഹിമ അത്രയാണെന്ന് ജാമ്പവാൻ അറിയാം. ഹനുമാൻ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് ജാമ്പവാൻ അവിടെ പറയുന്നത്. ഹനുമാൻ ഇല്ലെങ്കിലോ നമ്മുടെ എല്ലാം ഗതി അധോഗതിയാണ്. അപ്പോൾ ഹനുമാൻ ഞാനിതാ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് ആജ്ഞ വാങ്ങിച്ചിട്ടാണ് മൃതസഞ്ജീവനി കൊണ്ടുവരുന്നത്.
അപ്പൊ അതും രാമന്റെ മഹിമയാണ്. രാമനെ ഹൃദയത്തിൽ വെച്ചതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് അത്രയും മഹിമാവ് കിട്ടി. അങ്ങനെ ക്രമേണ യുദ്ധം ചെയ്ത് രാവണനെ വധിച്ച് വിഭീഷണനെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പൊ രാമന്റെ സഖ്യത്തിന്റെ ഗതി എന്താണെന്ന് വിഭീഷണനും തിരിച്ചറിഞ്ഞു. അപ്പൊ അങ്ങനെ ദശാസ്യൻ യുദ്ധഗതിയെ മനസ്സിലാക്കി. തന്നെ ഒരാൾക്കും സ്പർശിക്കാൻ പറ്റില്ല എന്ന് കരുതിയവൻ രാമന്റെ മുമ്പിൽ പതറിപ്പോവുകയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാതെയാവുകയാണ്. ക്രമേണ പ്രാണത്യാഗം ചെയ്യുകയാണ്. അത്രയും മഹിമാവോടുകൂടിയ രാമന്റെ യുദ്ധഗതി എന്താണെന്ന് ദശാസ്യൻ മനസ്സിലാക്കി. ജാനാതി രാമ തവ യുദ്ധഗതിം ദശാസ്യോ ജാനാതി രാമ തവ മോക്ഷഗതിം ഖഗേന്ദ്ര. ഇതിനെല്ലാം മുമ്പ് നടന്ന സംഭവം, ജടായുവിന് മോക്ഷം കൊടുത്തതാണ് ഖഗേന്ദ്രൻ. ഖഗം എന്നാൽ പക്ഷി, പക്ഷികളുടെ ഇന്ദ്രനായിരിക്കുന്നവൻ, പക്ഷി ശ്രേഷ്ഠൻ, അത് ജടായുവാണ്. കാരണം രാമനോട് അത്രയും ഭക്തിയായിരുന്നു. അപ്പോൾ ഒരു പക്ഷിക്ക് രാമനോട് ഭക്തി തോന്നിയാൽ അവൻ ശ്രേഷ്ഠനായി. അപ്പോൾ പക്ഷികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായി ഗരുഡന് സമാനമായ വൈഭവം ആ പക്ഷി ശ്രേഷ്ഠന് കിട്ടി. അതുകൊണ്ട് ഖഗേന്ദ്രൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് മോക്ഷഗതി, രാമന്റെ മോക്ഷഗതി എന്താണെന്ന് മനസ്സിലാക്കി. കാരണം ഒരു പക്ഷിയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തു. അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് സദ്ഗതി രാമൻ കൊടുത്തു. അപ്പൊ രാമന്റെ ആ വൈഭവം എത്രയാണെന്ന് നമ്മൾ ഈ 2 ശ്ലോകങ്ങളിലായിട്ട് കാണുകയാണ്. ഇവിടെ 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതാണ്. ജാനാതി രാമ തവ ചിത്തഗതിം ഹനുമാൻ ജാനാതി രാമ തവ സഖ്യഗതിം കപീശ ജാനാതി രാമ തവ യുദ്ധഗതിം ദശാസ്യോ ജാനാതി രാമ തവ മോക്ഷഗതിം ഖഗേന്ദ്ര. അങ്ങനെ 3ഉം 4ലുമായിട്ട് അങ്ങയുടെ നാമത്തിന്റെ രുചി എന്താണെന്ന് ശിവൻ അറിയുന്നു. അങ്ങയുടെ പാദത്തിന്റെ പ്രഭാവം എന്താണെന്ന് ഗൗതമ സതി, അതായത് അഹല്യ അറിയുന്നു. അങ്ങയുടെ കയ്യിന്റെ കരുത്ത് എത്രയാണെന്ന് ശിവന്റെ ചാപം അറിയുന്നു. അങ്ങയുടെ ബാണത്തിന്റെ സാമർഥ്യം എത്രയാണെന്ന്, അമ്പെയ്യാനുള്ള സാമർഥ്യം എത്രയാണ്, അത് എത്ര അമോഘമാണെന്ന് സമുദ്രം അറിയുന്നു. അങ്ങയുടെ മനസ്സിലുള്ള ഗതി എന്താണെന്നും അങ്ങ് മനസ്സിലുണ്ടെങ്കിലുള്ള ഗതി എന്താണെന്നും ഹനുമാൻ സ്വാമി അറിയുന്നു. അങ്ങയോട് സഖ്യം ചെയ്താലുള്ള ഫലം എന്താണെന്ന് സുഗ്രീവൻ അറിയുന്നു, വിഭീഷണൻ അറിയുന്നു. അങ്ങയുടെ യുദ്ധപരാക്രമം എന്താണെന്ന് രാവണൻ അറിയുന്നു. അങ്ങ് മോക്ഷം നൽകുന്നവനാണെന്നുള്ളത് ഖഗേന്ദ്രനായ ജടായു അറിയുന്നു എന്നാണ് 3ഉം 4ഉം ശ്ലോകങ്ങളിൽ നമ്മൾ കേട്ടത്. ഇനി അവസാനത്തെ ശ്ലോകമാണ്, 5ാമത്തെ ശ്ലോകമാണ്. ഇവിടെ പറയുകയാണ്, പട്ടുതര ജലധീരധ്വാനമാദായ ചാപം പവനജവനമേകം ബാണമാകൃഷ്യ തൂണാത് അഭയവചനദായി സാനുജ സർവതോ മേ രണഹതനുജേന്ദ്രോ രാമചന്ദ്ര സഹായ. പട്ടു എന്നാൽ സമർത്ഥൻ. പട്ടുതരം എന്ന് പറഞ്ഞാൽ അത് കമ്പാരിറ്റീവ് ആണ്, അതായത് സമർത്ഥനേക്കാൾ സാമർഥ്യമുള്ളവൻ, അത്രയും ശ്രേഷ്ഠനായവൻ. പട്ടുതര ജലധി എന്നാൽ സമുദ്രം. രകാരം അതിന്റെ തീക്ഷ്ണതയെ, അതിന്റെ ആ ഗംഭീരമായ ഭാവത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പട്ടുതര ജലധീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രക്ഷുബ്ധമായ സമുദ്രത്തിന്റെ ധ്വാനം എന്നാൽ ശബ്ദം. സമുദ്രം പ്രക്ഷുബ്ധമായി കഴിഞ്ഞാൽ എത്ര ശബ്ദം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ആ ശബ്ദത്തിന് സമാനമായ ശബ്ദത്തോടുകൂടിയ ചാപം, വില്ലിനെ ആദായ എടുത്തിട്ട്. രാമന്റെ വില്ലിന്റെ ശബ്ദം, ആ ജ്ഞാനൊലി എന്ന് പറയുന്നത് സമുദ്രത്തിനെ പ്രക്ഷുബ്ധമാക്കുന്നതിന് സമാനമായിട്ടുള്ള ശബ്ദമാണ്. അഥവാ രാമൻ ആ ജ്ഞാനൊലി പുറപ്പെടുമ്പോൾ സമുദ്രം പോലും പ്രക്ഷുബ്ധമാകുന്നു. അത്രയും പ്രഭാവത്തോടു കൂടിയ ജ്ഞാനൊലിയാണ് ആ ചാപത്തിന്, ആ വില്ലിന് ഉള്ളത്. പവനജവനമേകം, കാറ്റിന്റെ വേഗതയ്ക്ക് സമാനമായിരിക്കുന്ന, കാറ്റ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്, അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഏകം ഒരു ബാണം, ഒരൊറ്റ ബാണം. ആകൃഷ്യ തൂണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവനാഴിയാണ്, അമ്പ് വെക്കുന്ന സ്ഥാനമാണ്. അവിടെ നിന്നും ഒരു ബാണത്തെ, ഏതുപോലെയുള്ള ബാണമാണ്? കാറ്റിന് സമാനമായ വേഗതയുള്ള ബാണമാണ്. അങ്ങനത്തെ ഒരു ബാണത്തെ ആകൃഷ്യ എടുത്തിട്ട് ചാപം ആദായ, ചാപത്തിൽ വെക്കുക. അപ്പോൾ ചാപത്തിൽ ചേർത്ത് വെക്കുക, അതായത് വില്ല് പിടിക്കുക. ആ വില്ലിൽ അങ്ങയുടെ ആവനാഴിയിൽ നിന്നും ഒരു അമ്പെടുത്ത് വെക്കുക. അങ്ങനെ അമ്പ് പിടിച്ചു നിൽക്കുക. രക്ഷ നൽകാനുള്ള ഭാവമാണ് അത്, യുദ്ധം ചെയ്യാനുള്ള ഭാവമാണ്. അപ്പൊ അത്രയും ശബ്ദമുള്ള, സമുദ്രത്തിനെ പോലും പ്രക്ഷുബ്ധമാക്കാൻ ശേഷിയുള്ള, സമുദ്രം പ്രക്ഷുബ്ധമാകുമ്പോൾ ഏത് ശബ്ദമുണ്ടോ ആ ശബ്ദത്തോടു കൂടിയിട്ടുള്ള, ജ്ഞാനൊലിയോട് കൂടിയിട്ടുള്ള ചാപത്തിൽ അമ്പ് വെച്ചുകൊണ്ട് അങ്ങ് നിൽക്കുക. അതാണ് പട്ടുതര ജലധീരധ്വാനമാദായ ചാപം പവനജവനമേകം ബാണമാകൃഷ്യ തൂണാത് അഭയവചനദായി. അഭയവചനത്തെ നൽകുന്നവനാണ് അങ്ങ്. അഭയം എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ. ഞാനുണ്ട്, ഞാൻ നിനക്ക് ശരണം തന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ അഭയം തന്നു. കാരണം പിന്നീട് നമുക്ക് ഭയത്തിന്റെ ഒരു കണിക പോലും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരില്ല.
രാമന്റെ ശരണം കിട്ടിയാൽ പിന്നെ നമ്മെ ഉപദ്രവിക്കാൻ മാത്രം ശക്തിയുള്ള ഒന്നും പ്രപഞ്ചത്തിൽ ശേഷിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ശരണം അഭയമാണ്. അത് കിട്ടിയാൽ പിന്നെ നമുക്ക് ഭയത്തിന്റെ കണിക പോലും ആവശ്യമില്ല. അതുകൊണ്ട് അഭയവചനദായി. അപ്പൊ അല്ലയോ രാമചന്ദ്ര മഹാപ്രഭു, അങ്ങയുടെ വില്ലിൽ അങ്ങയുടെ ശ്രേഷ്ഠമായ ഒരു ബാണത്തെ തുടുത്തുകൊണ്ട് ഞാൻ നിനക്ക് അഭയം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശോഭിക്കുക. അത് കേട്ടാൽ തന്നെ എനിക്ക് മനസമാധാനമാണ്. സാനുജ, ഒറ്റയ്ക്കാണോ? അല്ല, അനുജനോടു കൂടിയാണ്. സാക്ഷാത് ലക്ഷ്മണസ്വാമിയോടുകൂടി അങ്ങയുടെ വില്ല് പിടിച്ച് ആ വില്ലൊരു ബാണം വെച്ച് അത് എയ്യാനുള്ള തയ്യാറെടുപ്പോടുകൂടി എനിക്ക് അഭയം തന്നു എന്ന ഭാവത്തിൽ സർവതഃ എല്ലാ പ്രകാരത്തിലും എല്ലാ കാലത്തിലും എന്നർത്ഥം. എല്ലാ പ്രകാരത്തിലും എവിടെയെല്ലാം എനിക്ക് അഭയം ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങ് അത് നോക്കിയും കണ്ടും ചെയ്യണം. എനിക്ക് എപ്പോഴെല്ലാം അഭയം വേണമോ അപ്പോഴെല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവണം, ലക്ഷ്മണ സമേതനായിട്ടുണ്ടാവണം. അങ്ങ് അമ്പും വില്ലും പിടിച്ചുകൊണ്ട് തയ്യാറായി എൻ്റെ ശത്രുക്കളെ വധിക്കാൻ, എന്നെ ഉപദ്രവിക്കുന്ന ശക്തികളെ ഇല്ലാതെയാക്കാനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. അഭയവചനദായി സാനുജ സർവതോമേ രണഹതനുജേന്ദ്രോ. രണത്തിൽ, യുദ്ധത്തിൽ ഹത വധിച്ചിട്ടുള്ള ധനുജ ഇന്ദ്രൻ. ധനുജൻ എന്നാൽ ദാനവൻ. ആരാത്? ദാനവ ഇന്ദ്രൻ. ഇന്ദ്രൻ എന്നാൽ രാജാവ്, ദാനവന്മാരുടെ രാജാവ് രാവണൻ. ആ രാവണനെ യുദ്ധത്തിൽ വധിച്ചിട്ടുള്ള രാമചന്ദ്ര പ്രഭുവേ. രാമൻ എല്ലാവരെയും രമിപ്പിക്കുന്നവൻ, ചന്ദ്രൻ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവൻ. അപ്പോൾ എല്ലാവരെയും തന്നിൽ രമിപ്പിച്ച് അവർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത് കൊണ്ട് രാമചന്ദ്രനാണ്. ചന്ദ്രന് സമാനമായിട്ട് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനായതുകൊണ്ടും രാമചന്ദ്രനാണ്. ചന്ദ്രന് സമാനമായി പ്രകാശിക്കുകയും ആ തേജസ് കൊണ്ട് ലോകത്തെ ആനന്ദിപ്പിക്കുന്നവനുമായതുകൊണ്ട് രാമചന്ദ്രനാണ്. അപ്പോൾ രാവണനെ വധിച്ചിട്ടുള്ള രാമചന്ദ്ര സഹായമായി വർത്തിക്കുക. അങ്ങ് എനിക്ക് അഭയം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഹായത്തെ എനിക്ക് പ്രദാനം ചെയ്യുക. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുക. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. എങ്ങനെയാണ്? അനുജനോട് കൂടിയാണ്. ബാണം പിടിച്ചിട്ടുണ്ട്, അമ്പ് ആവനാഴിയിൽ നിന്നും എടുത്തിട്ടുണ്ട്, അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഗംഭീരമായ വേഗത ആ അമ്പിനുണ്ട്, ഗംഭീരമായ ശബ്ദം ആ ചാപത്തിനുണ്ട്. അങ്ങനെ അത് പിടിച്ചുകൊണ്ട് എനിക്ക് അഭയം നൽകുന്നു എന്ന ഭാവത്തിൽ അങ്ങ് നിൽക്കണം. അങ്ങാണ് എനിക്ക് സഹായമായിട്ടുള്ളത്, മറ്റൊരു സഹായം എനിക്കില്ല. അങ്ങ് രാവണനെ വധിച്ചിട്ടുള്ളവനാണ്, അത്രയും സമർത്ഥനാണ്, എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങ് രാമം എന്ന നാമത്തെ സ്വീകരിച്ച് ഭൂമിയിൽ അവതരിച്ച അങ്ങ് എനിക്ക് സഹായമായി വർത്തിക്കുക. മറ്റൊരു സഹായവും എനിക്കില്ല. അങ്ങ് മാത്രമാണ് എനിക്ക് ആശ്രയം എന്നിവിടെ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ രാമന്റെ നാമമഹിമ പറഞ്ഞു, രാമമഹിമ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ അദ്ദേഹത്തോട് അഭ്യർത്ഥന നടത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, സഹായം ചോദിക്കുകയാണ്. പട്ടുതര ജലധീരധ്വാനമാദായ ചാപം പവനജവനമേകം ബാണമാകൃഷ്യ തൂണാത് അഭയവചനദായി സാനുജ സർവതോ മേ രണഹതനുജേന്ദ്രോ രാമചന്ദ്ര സഹായ. ഇതായിരുന്നു അവസാനത്തെ 5-ാമത്തെ ശ്ലോകം. ഇത് ശ്രീരാമനാമസ്തുതി സമ്പൂർണ. അങ്ങനെ ശ്രീരാമനാമസ്തുതി എന്ന് പേരുള്ള ഈ കൃതി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓം തത്സത്. രാമനാമ മഹിമയാണ് നമ്മൾ ഇവിടെ ശരിക്കും അറിയുന്നത്. ആ നാമമഹിമ വ്യക്തമാക്കാനായിട്ട്, അതായത് ആ നാമത്തിന്റെ ഒരു വ്യാഖ്യാനം ചമയ്ക്കാനായിട്ടാണോ ഭഗവാൻ അവതരിച്ചതെന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ജീവിതമായിരുന്നു രാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ. അപ്പൊ രാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജീവിതം ധ്യാനിച്ച് അദ്ദേഹത്തിന്റെ മഹിമയെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ നാമത്തിന്റെ മഹിമ നമ്മൾ ഗ്രഹിക്കണം. എന്നിട്ട് ആ നാമം ജപിക്കണം. ആ നാമം ജപിക്കുകയും സ്മരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കലിയുഗത്തിലുള്ള നമ്മുടെ എല്ലാം ധർമ്മം. അതിന് മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. അത് മാത്രം മതി നമുക്ക് ജീവിതത്തിൽ ശ്രേഷ്ഠത നൽകാൻ. രാ എന്ന ശബ്ദം നമ്മുടെ പാപങ്ങളെ മുഴുവൻ ആകർഷിച്ച് പുറത്തേക്ക് തള്ളുന്നു. മകാരം അതിനെ വീണ്ടും അകത്തേക്ക് വരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വാതില് പോലെ നിന്ന് തടയുന്നു. അങ്ങനെ നമുക്ക് ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകുന്ന നാമമാണ് രാമനാമം. രാമനാമം എല്ലാവരും ജപിക്കേണ്ടതാണ്. ഇപ്പോൾ കർക്കിടക മാസമാണ് ആരംഭിക്കാൻ പോകുന്നത്. രാമായണ മാസമാണ്. എല്ലാവരും രാമായണം ജപിക്കുന്ന മാസമാണ്. വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ പരിമിതപ്പെടുത്തേണ്ടതല്ല രാമായണം. രാമായണത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് വാസ്തവത്തിൽ രാമനാമ മഹിമ തന്നെയാണ്. രാമനെ സ്മരിക്കാൻ, രാമന്റെ നാമത്തെ സ്മരിക്കാൻ ഒരു കാരണമായി ഭവിക്കുകയാണ് രാമകഥ. ഭഗവാൻ അവതരിച്ചത് അതിനു വേണ്ടിയാണ്. അപ്പോൾ ആ കഥയെ നമ്മൾ
ജീവിതകാലം മുഴുവൻ സ്മരിക്കേണ്ടതാണ്. അതിന് സാധിക്കാത്തവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും, ഒരു മാസത്തിലെങ്കിലും ജപിക്കട്ടെ എന്ന് കരുതിയാണ് ആചാര്യന്മാർ കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ രാമായണ കഥ കേൾക്കുമ്പോൾ രാമന്റെ മഹിമയും രാമനാമത്തിന്റെ മഹിമയുമാണ് ഓർക്കേണ്ടത്. കർക്കിടക മാസത്തിൽ മാത്രം ജപിച്ചാൽ പോലും രാമനാമം നിത്യം ജപിക്കാനുള്ളതാണ്, നിത്യം സ്മരിക്കാനുള്ളതാണ്. കാരണം അതിൻ്റെ മഹിമ എന്ന് പറയുന്നത് നമ്മുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അത് തീർത്തു തരും, എല്ലാ ദോഷങ്ങളെയും അത് ഭസ്മമാക്കി തരും. അത്രയും ശക്തിയുള്ള മന്ത്രമാണ് രാമമന്ത്രം. അത് ജപിക്കാനുള്ള അധികാരം കലിയുഗത്തിലുള്ള എല്ലാവർക്കും ഉണ്ടെന്ന് ഇവിടെ തന്നെ നമ്മൾ ഗ്രഹിച്ചു. കാരണം ഇതിന് നമുക്ക് അധികാരമുണ്ടെന്ന് ഇവിടെ പറയുന്നു. മറ്റൊന്നിനും നമുക്ക് അധികാരമില്ല, ഇതിനുറപ്പായും നമുക്ക് അധികാരമുണ്ട്. അപ്പൊ നമ്മൾ കൽമഷമാനസന്മാരാണെങ്കിൽ പോലും, ഒരുപാട് പാപങ്ങളുള്ള മനസ്സാണെങ്കിലും രാമനാമം ജപിക്കാൻ നമുക്ക് അധികാരമുണ്ട്. അപ്പൊ രാമനാമം എല്ലാവരും ജപിക്കണം, എല്ലാ ദിവസവും ജപിക്കണം. അത് വെറുതെ ഒന്ന് സ്മരിച്ചാൽ തന്നെ നമുക്ക് ഗുണമാണ്. അപ്പൊ അതിനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. രാമായണം ജപിക്കുന്ന സമയത്ത്, ആ കഥ വായിക്കുന്ന സമയത്തും ഭഗവാന്റെ മഹിമയും നാമമഹിമയും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. അതിലെ ചിട്ട എന്ന് പറയുന്നത് ഈ ഭാവത്തിന് മാത്രമാണ്. കാരണം ഇന്ന് പല പ്രകാരത്തിലുള്ള തെറ്റിദ്ധാരണകളും പ്രചരിക്കുന്നുണ്ട്. ഇത് ഏത് സമയത്ത് ജപിക്കണം, എത്ര ജപിക്കണം, എങ്ങനെ ജപിക്കണം, എന്നാൽ എന്തൊക്കെ ഫലം കിട്ടും, ഇങ്ങനെയെല്ലാം രീതിയിൽ കമർഷ്യലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് രാമായണ മാസ ആചരണം. പക്ഷെ അങ്ങനെയൊന്നും ഇതിനെ ധരിക്കേണ്ട ആവശ്യമില്ല. രാമന്റെ മഹിമയെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് രാമന്റെ കഥ. ആ ഒരു ഭാവത്തോടു കൂടി ജപിക്കുക. എത്ര ജപിക്കാൻ പറ്റുന്നുവോ അത്രയും ജപിക്കുക. ഇനി കഥ മുഴുവൻ ചൊല്ലാൻ സാധിക്കാത്തവർ, ഇപ്പൊ രാമായണമൊക്കെ വായിക്കാൻ പറ്റാത്തവർ വെറുതെ രാമനാമം ജപിച്ചാൽ മതി. രാമന്റെ മഹിമ, ഇപ്പൊ ഈ സ്തോത്രത്തിൽ പറഞ്ഞിട്ടുള്ള മഹിമയെ മുഴുവൻ ഓർത്ത് ആ രാമനാമം ജപിച്ചാൽ മതി. അത് ജപിച്ചാലും രാമായണം ജപിച്ചതിന്റെ ഫലം കിട്ടും. കാരണം രാമായണം ജപിക്കുന്നത് രാമമഹിമ അറിയാനും രാമനാമം ജപിക്കാൻ വേണ്ടിയുമാണ്. അതുകൊണ്ട് രാമനാമത്തെ ജപിക്കുക, എല്ലാ ദിവസവും ജപിക്കുക. ഒരു മാസത്തിൽ മാത്രമല്ല, നിത്യം ജപിക്കുക. ഇനി രാമായണ മാസം ആചരിക്കുന്നവരും വളരെ ശ്രദ്ധയോടുകൂടി രാമന്റെ മഹിമയെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഭാവത്തോടുകൂടി ജപിക്കുക. എത്ര തീർത്തു, എങ്ങനെ തീർത്തു എന്നൊന്നും നോക്കരുത്, ഭാവത്തോടുകൂടി ജപിക്കുക. ഒരു ദിവസം എത്ര ജപിക്കാൻ പറ്റുന്നുവോ അത്രയും ജപിക്കുക. രാമായണം പാരായണം ചെയ്യുമ്പോൾ എത്ര പറ്റുന്നുവോ അത്രയും പാരായണം ചെയ്യുക. ആസ്വദിച്ച് പാരായണം ചെയ്യുക. 30 ദിവസത്തിൽ തന്നെ തീർക്കണം എന്നൊന്നും വാശി പിടിക്കരുത്. എത്ര ദിവസം എടുക്കുമോ അത്രയും ദിവസം എടുത്തോട്ടെ. ആസ്വദിച്ച് ജപിക്കുക. പാരായണം ചെയ്യുന്ന സമയത്തൊക്കെ രാമൻ മനസ്സിൽ തെളിഞ്ഞു നിൽക്കട്ടെ. രാമന്റെ ഭക്തനായ ഹനുമാൻ സ്വാമിയും മനസ്സിൽ തെളിഞ്ഞു നിൽക്കട്ടെ. അവരുടെ എല്ലാം അനുഗ്രഹം തദ്വാര നമുക്ക് കിട്ടും. അങ്ങനെ രാമനാമം ജപിക്കാനുള്ള പ്രേരണയും നമുക്ക് ലഭിക്കും. അപ്പൊ നമ്മുടെ ദുഃഖങ്ങളൊക്കെ തനിയെ കുറഞ്ഞു വരും. കാരണം പൊതുവെ പഞ്ഞമാസമാണ് കർക്കിടകം എന്നാണ് പറയുക. അപ്പോൾ മഴയൊക്കെ വളരെ കൂടുതലാണ്, പുറത്തിറങ്ങി പണിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം ദൗർലഭ്യം അന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഭഗവാനെ ആശ്രയിക്കണം എന്നുള്ള ഒരു ബോധമുണ്ടായത് കൊണ്ടാണ് ആചാര്യന്മാർ ഇങ്ങനെ ഒരു സമ്പ്രദായം തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് ആ മാസത്തിൽ നമ്മൾ ജപിക്കുമ്പോൾ രാമനിൽ നിന്നും നമുക്ക് ബലം കിട്ടണം. ശരീരത്തിന് വേണ്ട ബലം നമ്മൾ ഔഷധങ്ങൾ തുടങ്ങിയ സേവിച്ച് നേടുന്നു. മനസ്സിന് വേണ്ട ബലം, ആത്മബലം നമ്മൾ രാമായണ പാരായണത്തിലൂടെയും നേടുന്നു. അതിനുവേണ്ടിയാണ് രാമായണം, അധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നത്. അപ്പോൾ അത് പാരായണം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഇനി അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ രാമന്റെ നാമം അവശ്യമായും ജപിക്കുക. കാരണം രാമായണം മുഴുവൻ ചൊല്ലിയതിൻ്റെ ഫലം രാമനാമം ജപിച്ചാൽ കിട്ടും. വാൽമീകി മഹർഷിയായത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. ആ നാമം ജപിച്ചുകൊണ്ടാണ്. അതും വിപരീതമായി ജപിച്ചു എന്നാണ് പറയുന്നത്. രാമ എന്ന ഓർഡറിന് പകരം മര എന്ന് തിരിച്ച് ജപിച്ച് ക്രമേണ അതിൻ്റെ ഫലം നേടിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് രാമനാമത്തിന് അത്രയും മഹിമയുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ആ നാമം പരബ്രഹ്മം തന്നെയാണ്, പരബ്രഹ്മത്തിന്റെ നാമം തന്നെയാണെന്നുള്ള ബോധത്തിൽ ആ നാമത്തിന്റെ മഹിമ വ്യക്തമാക്കാനായി ഭഗവാൻ സ്വയം, ആ പരബ്രഹ്മം തന്നെ ഒരു രൂപമെടുത്തു വന്നതാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു എന്ന ബോധത്തോടുകൂടി രാമായണത്തെ പാരായണം ചെയ്യുക. രാമനാമത്തെ ദിവസവും ജപിക്കുക. അതിനുള്ള ഭാഗ്യം ആ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും ഹനുമാൻ സ്വാമിയും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.